ഗൈസ് തുമ്പി. വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് ഷാഡോ വ്ളോഗ്സ്. ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലെ ഫലജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതോ ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കേരളമാണോ അതോ ഒമാനാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയൊരു ടൗണിൽ നിന്ന് നമുക്ക് ചെറിയൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രാമത്തിൽ വന്നു. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് എന്താണെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫലജ് എന്ന് തന്നെ പറയാം. ഇന്നത്തെ യാത്രക്കുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു സോളോ വ്ളോഗ് ചെയ്യാൻ പോവാണ്. സോളോ റൈഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളോ റൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ കയ്യിൽ ബൈക്ക് ഒന്നുമില്ല. ഇന്ന് ഞാനും നിങ്ങളും മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അപ്പം ഞാൻ പറയുന്നു, ഞാൻ കാണിക്കുന്നു, നിങ്ങളത് കാണുന്നു. പിന്നെ എൻ്റെ അതേ മൈൻഡുള്ള എൻ്റെ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ഒമാനിലേക്ക് വന്നിട്ട് ശരിക്കും കൂട്ടിൽ പുറത്തു കൂടെ പറന്ന് നടക്കുന്ന ഒരു കിളിനെ പിടിച്ച് കൂട്ടിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതേമാതിരത്തെ ഒരു ഫീലാണ് എനിക്ക്. കാരണം ഇത്രയും പാറി നടന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവരാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഫുൾ ടൈം ട്രാവലാണ്. എനിക്ക് എന്താണ് എന്നറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് മൈൻഡിന് കിട്ടുന്ന ഒരു റിലാക്സ് ഉണ്ട്, ഒരു സമാധാനം ഉണ്ട്. ആ ഒരു സമാധാനം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്ര ദൂരം പോകുന്നു എന്നല്ല, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം, നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലുണ്ട്. നമ്മൾ ആസ്വദിക്കാനുള്ള ഒരു വൈബ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് അവിടെ അടിപൊളിയായിരിക്കും. നമ്മൾ ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ചെങ്ങാനും ഒരുപാട് ദൂരം പോയിട്ട് അവിടെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ മനസ്സ് കണ്ടെങ്ങാനും അവിടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ആ ഒരു റിലാക്സ്, ആ ഒരു ഫ്രീഡം കിട്ടിക്കോളണമെന്നില്ല. ചിലപ്പോൾ ഓവർ ക്രൗഡഡ് ആയിരിക്കും. എനിക്ക് ഓവർ ക്രൗഡുള്ള സ്പേസിലേ പോകുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പം, സോളോ റൈഡ്, എല്ലാവരും പറയും നിനക്ക് പ്രാന്താടാ സോളോ റൈഡ് പോകാൻ. പക്ഷേങ്കിൽ അത് പ്രാന്താണ്, അതൊരു തരം പ്രാന്താണ്. അതിനും വേണം ഒരു ഭാഗ്യം വേണം. പക്ഷേങ്കിൽ ആ ഒറ്റക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്, അത് എനിക്ക് തോന്നുന്നു ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ കിട്ടുന്നുണ്ട്, അത് വേറൊരു വൈബാണ്. പക്ഷേങ്കിൽ ഈ ഒറ്റക്ക് പോകുമ്പോൾ കിട്ടുന്ന വൈബ് അത് നമ്മൾ മാത്രം, അത് നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള ഒരു ചാൻസാണ്. നമുക്ക് നമ്മളോട് തന്നെ സംസാരിച്ചിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹെൽമെറ്റ് വെച്ച് നമുക്കതിൽ ഇയർഫോണിൽ പാട്ട് വെച്ചിങ്ങാൻ നമുക്ക് ആ ഒരു സ്വന്തം യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ട്. അത് നമ്മൾ പിന്നെ വേറൊരു ലോകത്തായിരിക്കും. അത് നമുക്ക് വേറൊരു ലഹരിക്ക് നമുക്കത് തരാൻ പറ്റില്ല. വേറൊരു ലഹരി ഉപയോഗിക്കുന്ന ആർക്കും ചിലപ്പം ആ ഒരു ഫീല് കിട്ടിക്കോളണമെന്നില്ല. നമ്മളോട് തന്നെ സംസാരിച്ചെങ്കിൽ നമുക്കുള്ള പ്രശ്നങ്ങളും നമുക്കുള്ള എല്ലാ പരിഹാരങ്ങളും നമ്മൾ തന്നെ അവിടെ കണ്ടെത്തും. സോ അങ്ങനെ ട്രാവൽ ചെയ്തിരുന്ന എനിക്ക് ഇങ്ങനെ കൂട്ടിലിട്ടെങ്ങാനും ഒരു കിളിനെ വളർത്തും പോലെ ഞാൻ തന്നെ അങ്ങനെ ഒരു കൂട്ടിലിട്ടെങ്ങാനും ഒരു കിളിനെ പോലെ വളർത്തിക്കൊണ്ട് എൻ്റെ ശരീരത്തിനെ, എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങനെ തന്നെ ആക്കിക്കൊണ്ട് പോവാണ്. അപ്പം എനിക്ക് ഞാൻ ഒട്ടും ഹാപ്പിയല്ല. എൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ട്രാവൽ ചെയ്യുക. നമ്മൾക്കൊരു 6 ദിവസം വർക്ക് ചെയ്ത് 7ാമത്തെ ദിവസമെങ്കിലും നമുക്കൊന്ന് പുറത്തേക്ക് പോകണം, ഒന്ന് കറങ്ങാൻ പോകണം. അതിൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളാവുള്ളൂ. മാക്സിമം ഒരു 60 കൊല്ലം നമ്മൾ ജീവിക്കും. ഈ 60 കൊല്ലം ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി ആയാലും ശരീരം കൊണ്ടായാലും നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആവുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാക്സിമം, എനിക്ക് ഒട്ടും ടൈമില്ല, എന്നാലും കിട്ടുന്ന ടൈമിലാണ് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗെങ്കിലും ചെയ്യുന്നത്. കൂടുതൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് പോകാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവൽ വ്ളോഗ് ആണ്. എന്നാൽ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒമാനത്തെ കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് മാക്സിമം ടൈം കിട്ടും പോലെ ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം.
നമ്മളിങ്ങനെ പാട്ടും കേട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്തെങ്കിലും കാഴ്ച, എന്തെങ്കിലും വ്യൂ ഉണ്ടോ ഇവിടെ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറേ നമ്മളിങ്ങനെ നടന്ന് പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുണ്ട്, ബൈക്ക്. ഈ നാട്ടിലായിരുന്ന ടൈമിൽ നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിന് ബൈക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ബൈക്കില്ല. നമ്മളിവിടെ നടന്ന് തന്നെ പോകണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് ഇതുപോലെ ഉള്ള ഏരിയയിൽ കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോകണം. പക്ഷേങ്കിൽ എന്തായാലും നമ്മൾ നടന്നു പോകും. നമ്മളാ ഒരു വൈബ്, നമ്മളെ മൈൻഡിൽ നിൽക്കുന്ന ആ ഒരു ലഹരി നമ്മൾ ഒരിക്കലും അതിനെ ഉറങ്ങിക്കിടത്താൻ പാടില്ല. നമുക്ക് എന്തിനോടാണോ താല്പര്യം, നമുക്ക് ആ ഒരു താല്പര്യത്തിൽ നമ്മൾ ഇറങ്ങിയ തന്നെ വേണം. ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം വെച്ചിങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. അല്ലാണ്ട് നമ്മൾ അതിനെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ പോണില്ല. നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ നടക്കണം, കാഴ്ചകൾ കുറേ കാണണം. കുറേ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ കാഴ്ചകൾ കാണുന്നതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, നമ്മൾ കുറേ ആൾക്കാരെ കാണും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിച്ച് നമുക്ക് ഒരു ബെറ്റർ നമുക്ക് കുറേ അറിവ് നേടാൻ പറ്റും ഈ യാത്ര ചെയ്യുന്നുണ്ട്. കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ യാത്ര ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് കണ്ടു പഠിക്കുന്നതും ബുക്ക് വായിച്ച് പഠിക്കുന്നതും രണ്ടാണ്. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ നടക്കാൻ എല്ലാവരും പറയും നിനക്ക് പ്രാന്താണ്. ശരിക്കും പ്രാന്താണ്, അത് ഒരുതരം പ്രാന്താണ്. പക്ഷേങ്കിൽ എൻ്റെ അതേ മൈൻഡുള്ള, എൻ്റെ അതേ വൈബുള്ള, മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ. ചിലപ്പോൾ ആരും ഉണ്ടാകത്തില്ല, പക്ഷേ എന്നിരുന്നാലും ഉണ്ടാവും. 100-ൽ 1 എന്തായാലും ഇല്ലാണ്ട് നിൽക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ മാത്രം വീഡിയോ കാണുക. അല്ലാത്തവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. കാരണം ഇങ്ങനത്തെ വീഡിയോയിൽ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, നല്ലൊരു വ്യൂ കാണിക്കുന്നില്ല, ഒന്നുമല്ല. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഡെയിലി ഒരു എക്സ്പ്ലോർ അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഇവിടെ ക്രൗഡേ ഇല്ല. ഇവിടെ ഒരാളെ പോലും കാണുന്നില്ല. ഒരു ക്രൗഡിനെ പോയിട്ട് ഒരാളെ പോലും ഞാൻ ഇവിടെ കാണുന്നില്ല. പക്ഷേങ്കിൽ നല്ല റിലാക്സ് ആയിട്ടുള്ള നല്ല കിളികളെ സൗണ്ട് ഉണ്ട്. വേറെ ഒന്നുമില്ല, ഒരു വണ്ടിൻ്റെ സൗണ്ട് പോലും നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാനും നിങ്ങളും പിന്നെ ഈ കാണുന്ന ഈ കിളികളെ സൗണ്ടും പിന്നെ ഈ പ്രകൃതിയുടെ ഭംഗി, ഇത് മാത്രമാണ് ഇവിടെ നമുക്ക് വന്ന് നിന്ന് ഞാൻ ഇവിടെയൊക്കെ കുറേ നേരം ഇരിക്കുമ്പം കിട്ടുന്ന ആ ഒരു മൈൻഡിന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്, മൈൻഡിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ഇവിടെ മൊത്തത്തിൽ കൃഷിയാണ്. വേറെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഫുള്ള് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ആണിത്. ഫുള്ള് കൃഷിയാണ്. എനിക്ക് വേറെ ഇതൊന്നും എന്താ കൃഷി ചെയ്തിരുന്നതെന്ന് എനിക്ക് പറയാൻ അത്രമാത്രം നോളജ് എനിക്കില്ല. എന്നാൽ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയാണ് ഇതൊക്കെ കൃഷിയാണ്. ഇവിടെ ഒമാനിൽ ഇവിടെ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യും പോലെ തന്നെ ഇവിടെ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ എന്താണ് എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് ഇത്. പക്ഷേ എനിക്കറിയത്തില്ല, ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത്. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ വെള്ളം, നിങ്ങൾ ചോദിക്കും ഇവിടെ ഇത്രയും മരുഭൂമി സ്ഥലത്ത് വെള്ളം ഉണ്ടോ എന്നുള്ളത്. ഇവിടെ വെള്ളമുണ്ട്. ഇവിടെ ഏതോ ഒരു മലിന മേലെ നിന്ന് കനാല് വഴി നല്ലോണം വെള്ളം വരുന്നുണ്ട്. 365 ദിവസവും വെള്ളം കിട്ടുന്നുണ്ട്. ആളുകൾ ഒട്ടും ഇല്ലാത്ത പ്രദേശം കേട്ടോ, ഒട്ടും ആളുകളില്ല. ജസ്റ്റ് കൃഷികളാണ് മെയിനായിട്ട്. പിന്നെ അവിടെ ഇവിടെയും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട്. അങ്ങനെ 1-2 വീടുകൾ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് എന്ന് മാത്രം. വേറെ കൂടുതലായിട്ട് വീടുകളോ ആളുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടെ ഈ ഒമാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഏരിയകൾ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയകൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൽ കുറേ പേര് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടേക്ക് എല്ലാ ഏരിയയിലേക്കും വെള്ളം വരാൻ വേണ്ടിയിട്ട് അവർ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ വെള്ളം വരും. ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ പല ടൈമിലും ഇതിലങ്ങനെ വെള്ളം വരുന്ന ആ ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിന് മാത്രം ഇതിൽ കൂടിയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് വെള്ളം വരുന്നുണ്ട്.
ഞാൻ നാട്ടിൽ നിന്നിരുന്ന ടൈമിൽ ഒരുപാട് യാത്ര ചെയ്യും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോകും. വണ്ടി എടുക്കും, ബൈക്ക് എടുക്കും, പെട്രോൾ അടിക്കും, പോകും. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണാൻ പോകാറുണ്ട്. എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം ഇറങ്ങും. ഇപ്പം പോകണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം ഇറങ്ങും. ഞാൻ ബൈക്ക് എടുക്കും, ഹെൽമെറ്റ് വെക്കും, ഞാൻ പോകും. അവിടെ പോകും, അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് ഒരു പാട്ടും കേട്ടിട്ട് ഞാൻ വരും. അതാണ് എൻ്റെ വൈബ്. അങ്ങനെ അത് ഓരോരുത്തർക്കും ഓരോരോ വൈബ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരുപാട് വീടുകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ വീടുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ വീട്ടിലും, അവിടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും ഇവിടെയൊക്കെ എല്ലാവരും നല്ല നല്ല നിലയിലായിരിക്കും, നല്ല നല്ല വീട്ടിലും നല്ല നല്ല ഇതിലൊക്കെ ആയിരിക്കും നിൽക്കുന്നതാണ്. പക്ഷേങ്കിൽ അല്ല, ഇത് ഇവിടെയുള്ള ആൾക്കാർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പാവങ്ങളുള്ള സ്ഥലം ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത്. കാരണം എല്ലാ നാട്ടിൽ നിന്നും പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വർക്ക് കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 4-5 കിലോമീറ്റർ നടക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഞാനിപ്പം തന്നെ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് 2-3 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇങ്ങനെ ഡെയിലി രാവിലെ വർക്കിന് പോകുമ്പോഴും വർക്ക് കഴിഞ്ഞ് രാത്രി തിരിച്ച് റൂമിലേക്ക് വരുന്നതും 4-5 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവരൊക്കെ വരുന്നത്. നാട്ടിലാവുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, അവിടുന്ന് ഇങ്ങോട്ട് പോകാൻ നമുക്ക് യാത്രാ സൗകര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും സൈക്കിളുണ്ട്. പക്ഷേങ്കിൽ ഈ സൈക്കിൾ പോലും ഇല്ലാത്ത ആൾക്കാർ നടന്നാണ് രാവിലെയും വൈകിട്ടും പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ്. കാരണം നമ്മളൊക്കെ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ്. നമുക്ക് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും, നമ്മളെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് കാണുമ്പോൾ നമ്മളെ ഒന്നല്ലായിരിക്കും. ഞാൻ ഇതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. കാരണം നമ്മൾ ഇത്രയും ദൂരം നമ്മൾ കുറേ കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കാണുമ്പം അവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളെ കാര്യങ്ങളുമായിട്ട് അപ്പോഴാണ് നമ്മളെക്കാട്ടിലും മേലെ ഉള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളെക്കാട്ടിലും താഴത്തുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളേ അല്ല. അപ്പോൾ നമ്മൾ ഇതിലിപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നമ്മളെ കാര്യങ്ങൾ നമ്മളെക്കാട്ടിലും നമ്മളെ മേലുള്ള ഒരാൾ, നമ്മളെക്കാട്ടിലും കുറച്ചുകൂടി ക്യാഷുള്ള ഒരാൾ ചിലപ്പം കാറ് വാങ്ങും. അപ്പോൾ ഈ കാറ് വാങ്ങുന്നത് കണ്ടെങ്കിൽ നമ്മൾ കാറ് വാങ്ങാൻ പോകാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും, അവിടെ സ്വപ്നം കാണണം. കാറ് നമ്മളെക്കാട്ടിലും മേലുള്ള ഒരാൾക്ക് കാറ് ഉണ്ട്, ഓക്കെ നമുക്ക് കാറ് വാങ്ങണം എന്നുള്ള ഒരു സ്വപ്നം നമ്മൾ കാണണം. അല്ലാണ്ട് നമ്മളത് എന്താ പറയുക, നമ്മളടുത്ത് കാറില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുകയല്ല വേണ്ടത്. നമ്മൾ സ്വപ്നം കണ്ടിട്ട് നമുക്ക് അതെങ്ങനെ വാങ്ങാം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്തടുത്ത് ഒറ്റയടിക്ക് ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ചാടിങ്ങാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യാണ്ടിരിക്കുക. നമ്മളെക്കാട്ടിലും താഴത്തുള്ള നോക്കുക. നമ്മളടുത്ത് ചിലപ്പം ബൈക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളെക്കാട്ടിലും താഴത്തുള്ള അടുത്ത് ചിലപ്പം ബൈക്ക് പോലും ഉണ്ടാവില്ല. അവർ നടന്നിങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ അത് നോക്കണം. നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂം അവിടെ ടൗണിലാണ്. എനിക്ക് ടൗണിലേക്ക് ഇറങ്ങാൻ 1 മിനിറ്റ് 2 മിനിറ്റ് മതി. അപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവർ 1 മണിക്കൂർ 2 മണിക്കൂർ നടക്കണം ഇവിടെ നിന്ന് ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഡിഫറൻറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം നമ്മൾ കാണണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങൾ യാത്ര ചെയ്തിട്ട് അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. കുറച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണുക, അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അവിടെയൊക്കെ പോയിട്ട് പഠിക്കുക, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ കാര്യങ്ങൾ എല്ലാം പഠിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെറുതെ എനിക്കിപ്പോൾ വർക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്കൊന്നിനും ടൈമില്ല, ഒന്നും പോകാനും എവിടെയും പോകാനും പറ്റുന്നില്ല, ഓക്കെ അങ്ങനെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ ഇരിക്കലുണ്ടാവുള്ളൂ. അവൻ്റെ ലൈഫ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ അവിടെ തന്നെ കുത്തിരിക്കും. അവിടെ തന്നെ ഇരുന്ന് ഞാൻ അവൻ്റെ ആയുസ് അല്ലെങ്കിൽ 10, 30, 40, 50 കൊല്ലം അവൻ ജീവിക്കും. അവനങ്ങനെ ജനിച്ചു, ജീവിച്ചു, അവൻ പോയി, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണണം, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് അവിടെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ കുറേ ദൂരം നടന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു അടിപൊളി പ്ലേസിലെത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ നാട് മിസ് ചെയ്യും നമുക്ക്. കാരണം കറക്റ്റ് നാടാണ്. ഇവിടെ തോട്ടിൽ മീനുണ്ട്, തോട് വെള്ളം ഒഴുകുന്നുണ്ട്, മാവിൽ മാങ്ങ ഉണ്ട്. എന്താ പറയുക, കറക്റ്റ് നാട്, കറക്റ്റ് നാടൻ ലുക്ക്. നമ്മൾ ഒരു നാട്ടിലൊരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയ അതേ ഒരു വൈബാണ്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം വെറുതെ ഇരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇവിടെ പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുക. നാച്ചുറൽ ബ്യൂട്ടിയാണ്, നാച്ചുറൽ ബ്യൂട്ടി. എന്ത് രസമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ആ ഒരു ടൗണിൽ തന്നെ നിന്ന് ഇങ്ങനൊരു സ്പേസിൽ വന്നിട്ട് എന്താ മനസ്സിന് ഭയങ്കര റിലാക്സ്. വാവ്, ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. നാച്ചുറൽ തെറാപ്പിട്ടാ. നമ്മൾ ഈ മാളിൽ പോയിങ്ങാൻ പിന്നെ ഗ്ലാസ്സിൽ ഇട്ടെങ്ങാനും ഫിഷുകൾ ഇത് ചെയ്തു തരുന്നില്ലേ, അതിനെന്തോ ഒരു പേര് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, മറന്നുപോയി. അപ്പോൾ അതേ സംഭവം എനിക്കിവിടെ ഫ്രീ ആയിട്ട് നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കിട്ടുകയാണെങ്കിൽ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും മാളിലും അവിടെ ഇവിടെയും പോയി ഞാൻ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന തെറാപ്പി ഞാനിവിടെ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫീൽ കിട്ടുന്നുണ്ട്. ഒരുപാട് ഫിഷ് ഉണ്ട്, ഒരുപാട് മീനുകൾ നമ്മളെ കാൽമേൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല സുഖമുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ തീരാണ്. ഈ ഒരു ചുരുങ്ങിയ ടൈമിൻ്റെ ഇടയിൽ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ബൈക്കില്ല, ഒന്നുമില്ല, വണ്ടിയില്ല. പിന്നെ അപ്പോൾ ഇത് വെച്ചിങ്ങനെ നമുക്ക് കൂടുതൽ ദൂരം പോകാനുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. നല്ല നല്ല ട്രാവൽസ് വീഡിയോസ് ആയിട്ട്. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടേക്ക് പോകുന്നതായിരിക്കും. അവിടേക്ക് പോയിട്ട് അവിടത്തേക്ക് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.